പ്രണവ് രുദ്രയെ അവൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നു. പ്രണവ് വിളിച്ചെല്ലാം പറഞ്ഞതും ഹോസ്പിറ്റലിൽ നിന്നും നേരത്തെ തന്നെ പ്രിയങ്കയും വീട്ടിലെത്തിയിരുന്നു. പ്രണവിനോടൊപ്പം അവിടേക്ക് വന്നിട്ടും അവളുടെ കണ്ണുകൾ തോർന്നില്ല. പ്രിയങ്ക സോഫയിൽ അവൾക്കരിയിലായിരുന്നതും പ്രണവ് അവൾക്ക് നേർവശത്തായി ഒരു ചെയറിൽ ഇട്ടിരുന്നു. നോക്ക് രുദ്ര, താനിങ്ങനെ കരഞ്ഞതുകൊണ്ട് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവുമോ? പറ. പ്രണവ് അവളെ നോക്കുമ്പോൾ ഒരു ഏങ്ങലോടെ അവൾ അവനെ നോക്കി. താനിങ്ങനെ കരയാൻ തുടങ്ങിയ കരയാനേ നേരം കാണൂ. മറിച്ച് ഈ കരച്ചിൽ മാറ്റിയിട്ട് ഈ സിറ്റുവേഷൻ എങ്ങനെ ഫേസ് ചെയ്യാമെന്ന് ചിന്തിക്ക്. ഋഷി, അപ്പു, അമ്മു, മഞ്ജു അവരെ പഴയ പോലെ എൻ്റെ അടുത്തേക്ക് വരില്ലേ? അവരെന്നെ ശരിക്കും വെറുത്തു പോയില്ലേ? ഞാൻ തെറ്റൊന്നും ചെയ്തില്ലെന്നൊന്ന് പറയുമോ അവരോട്? എനിക്ക് പറ്റണില്ല അവരില്ലാതെ. അവരെന്നോട് പിണങ്ങിയതുപോലും സഹിക്കുന്നില്ല. രുദ്രവേദനയോടെ ഓരോന്ന് പ്രണവിനെ നോക്കി നുള്ളിപ്പെറുക്കിക്കൊണ്ട് പറഞ്ഞു. രുദ്ര, അവർക്കൊന്നും രുദ്രയോട് ഒരുപാട് നാളൊന്നും പിണങ്ങിയിരിക്കാൻ കഴിയില്ല. പിന്നെ പെട്ടെന്ന് തന്നെ ആ ഒരു സിറ്റുവേഷനിൽ കണ്ടപ്പോൾ അവർ അങ്ങനെ പ്രതികരിച്ചു എന്ന് മാത്രം. അത് തന്നോട് വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, മറിച്ച് തന്നിലുള്ള അമിത ഇഷ്ടം കൊണ്ടാണ് പെട്ടെന്ന് അവർ അങ്ങനെ പെരുമാറിയത്. അവർക്ക് കുറച്ച് ടൈം കൊടുക്ക്, അപ്പോഴേക്കും അവർ തന്നെ വന്നോളും തൻ്റെ അടുത്തേക്ക്. അത്രയും പറഞ്ഞിട്ട് വീണ്ടും പ്രണവ് രുദ്രയെ നോക്കി പറഞ്ഞു. രുദ്ര, ഞാൻ അവിടെ വെച്ച് തന്നോടും ഭദ്രയോടും പറഞ്ഞ കാര്യം ഇപ്പോഴും ആവർത്തിക്കുകയാണ്. താൻ ഞങ്ങളുടെ ഭദ്രയെ കല്യാണം കഴിക്കണം. ഇല്ല, എന്നെ പോലൊരു പെൺകുട്ടി ഒരിക്കലും അദ്ദേഹത്തിന് ചേരില്ല. പിന്നെ എന്നെ ഒരിക്കലും അദ്ദേഹത്തിന് ഭാര്യയായി കാണാനും കഴിയില്ല. ഈ ജീവിതത്തിൽ ഇനി ഒരു കല്യാണ ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ എന്നിലെ നിറം മങ്ങിയ സ്വപ്നമായി അവശേഷിച്ചു പോയിരിക്കുന്നു. അതുകൊണ്ട് എന്നെ നിർബന്ധിക്കരുത്. എന്നെ എൻ്റെ ഹൃദയയുടെയും അപ്പുവിൻ്റെയും അടുത്തേക്ക് ആക്കിയാൽ മതി. ഞാൻ പോയേക്കാം. ആദ്യമൊന്ന് തല്ലുമായിരിക്കും, പിന്നെ എന്നെ ചേർത്ത് പിടിച്ചോളും. അധികം അവരിൽ നിന്നും എന്നെ മാറ്റി നിർത്താൻ അവർക്കും ആവില്ല, സാർ പറഞ്ഞതുപോലെ. രുദ്ര, താൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ചിലപ്പോൾ ഞങ്ങളുടെ ഭദ്രയുടെ പെണ്ണ് നീ തന്നെയായിരിക്കും. അതുകൊണ്ടായിരിക്കും പ്രശ്നങ്ങളിൽ കൂടെ ആയാലും നിങ്ങളെ തമ്മിൽ വീണ്ടും വീണ്ടും കണ്ടുമുട്ടിപ്പിക്കുന്നത്. താൻ വിചാരിക്കും പോലെ അവനൊരു ക്രൂരനൊന്നുമല്ലടോ. അവനിങ്ങനെ ആയതാ, എല്ലാവരും കൂടെ ആക്കിയതാ അവനെ. ഞങ്ങളുടെ പഴയ ഭദ്രയെ ഞങ്ങൾക്ക് വേണം. അതിനവനൊരു കുടുംബജീവിതം ആവശ്യമാണ്. കളങ്കമില്ലാത്ത പരിശുദ്ധമായ സ്നേഹം അവന് കിട്ടുമ്പോൾ അവൻ മാറും, ഞങ്ങൾക്കുറപ്പുണ്ട്. അതിന് ഇയാൾക്ക് കഴിയുമെന്ന് ഉറപ്പുണ്ട്. തന്നെ ഒരുപാട് അവൻ ദ്രോഹിച്ചിട്ടുണ്ട്, എനിക്കറിയാം. അതെല്ലാം അപ്പോഴത്തെ സാഹചര്യത്തിൽ ചുറ്റുപാടിൽ പറ്റിപ്പോയത് മാത്രമാണ്. ശരിക്കും അവനിൽ ഒരു മനുഷ്യത്വം എന്നൊന്ന് പൂർണ്ണമായി നശിച്ചിരുന്നുവെങ്കിൽ തന്നെയെന്ന് അവരിൽ നിന്നും രക്ഷിക്കേണ്ട ആവശ്യമില്ലല്ലോ അവന്. അതിനർത്ഥം അവനിൽ നിന്നും അതൊന്നും പോയിട്ടില്ല. മറ്റുള്ളവരെ സ്നേഹിക്കാനും മനസ്സിലാക്കാനും കഴിയുന്നൊരു ഹൃദയം അവനിൽ ഇപ്പോഴും ഉണ്ടെന്ന് തന്നെയല്ലേ. തന്നെ ഞാൻ ഫോഴ്സ് ചെയ്യില്ല. തനിക്ക് ആലോചിക്കാൻ 2 ദിവസത്തെ ടൈം തരുന്നു. ആലോചിച്ച് തൻ്റെ മനസ്സിന് ശരിയെന്നുള്ള ഒരു തീരുമാനം തരാം. അതെന്ത് തന്നെയായാലും ഒരു ബ്രദർ എന്ന സ്ഥാനത്ത് നിന്ന് ഞാൻ കൂടെ ഉണ്ടാവും, എന്തിനും ഏതിനും. അത്രയും പറഞ്ഞ് പ്രണവ് പോകാൻ നേരം രുദ്ര കുനിഞ്ഞു തന്നെ ഇരുന്നു. പ്രണവ് പ്രിയങ്കയെ നോക്കി. അവൻ്റെ നോട്ടത്തിൻ്റെ പൊരുൾ മനസ്സിലായതും അവൾ കണ്ണുകൾ അടച്ച് കാണിച്ചു. അത് കണ്ടതും പ്രണവിൻ്റെ ചുണ്ടിൽ ഒരു കുഞ്ഞു പുഞ്ചിരി വിരിഞ്ഞു. ബദ്രി, അവസാനമായി നിന്നോട് ഞാൻ ചോദിക്കുക, ആ പെൺകുട്ടിയെ നീ സ്വീകരിക്കുവോ ഇല്ലയോ? അമ്മയോട് ഞാൻ പറഞ്ഞതില്ലേ എനിക്ക് പറ്റില്ലെന്ന്. ആ പെണ്ണിനെ എന്നല്ല, ഒരുത്തിയെയും ഈ ബദ്രിയുടെ ജീവിതത്തിലേക്ക് കൂട്ടാൻ ഞാൻ ഒരുക്കമല്ല. മോനെ, നീ ഒന്ന് ആ മോളുടെ സ്ഥാനത്ത് നിന്ന് കൂടെ ചിന്തിച്ചു നോക്ക്. അതൊരു പെൺകുട്ടിയാ. ഒരിക്കൽ ഒരു പെൺകുട്ടിക്ക് ഒരു ചീത്ത പേര് ചാത്തിക്കെട്ടിയ ജീവിതാവസാനം വരെ അതവളെ വേട്ടയാടും. അറിയാതെയാണെങ്കിലും നമ്മുടെ പേരിൽ ഒരു പെൺകുട്ടി സമൂഹത്തിൽ അപമാനത്തിൽ തലതാഴ്ത്തി നിൽക്കേണ്ടി വരിക എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിന് കൂടെ മോശമല്ലേ? ഒരു മോശവുമില്ല. പണത്തിന് മീതെ മാഞ്ഞു പോകാത്തതായി ഒന്നുമില്ല. ആ മീഡിയക്കാരെ എങ്ങനെ ഒതുക്കണമെന്നത് എനിക്കറിയാം. പിന്നെ ആ പെൺകുട്ടി അതിനവൾ ചോദിക്കുന്ന പണം കൊടുക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ നാട്ടിൽ നിൽക്കാൻ തന്നെ നാണക്കേടുണ്ടെങ്കിൽ വേറെ അവൾ പറയുന്ന ഏത് രാജ്യത്തേക്കും പോകാനുള്ള എല്ലാം ഞാൻ റെഡിയാക്കി കൊടുത്തോളാം. മതി മോനെ, ഇനി നീ ഒന്നും പറയണമെന്നില്ല. ഈ അമ്മയ്ക്ക് അറിയാതെ പോയി എൻ്റെ മകൻ പണത്തിനാണ് മുൻതൂക്കം നൽകുന്നതെന്ന്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ വൈഷുവിനാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിരുന്നതെങ്കിൽ അത് നീ പൈസ കൊടുത്ത് ഒതുക്കുമോ? അമ്മേ, അതൊരലർച്ചയായിരുന്നു. അലറണ്ട, ആ കുട്ടിയെ നീ ആ സിറ്റുവേഷനിൽ ഞാൻ കണ്ടില്ലെങ്കിലും പ്രണവ് പറഞ്ഞറിഞ്ഞതു മുതൽ ആ പെൺകുട്ടിയുടെ കണ്ണുനീർ എന്നെയും ചുട്ടുപൊള്ളിക്കുന്നുണ്ട്. നിന്റെ അച്ഛൻ എൻ്റെ ഏട്ടൻ ഇന്ന് ജീവനോടെ ഉണ്ടായിരുന്നുവെങ്കിൽ
നിന്റെ സമ്മതം പോലും നോക്കാതെ ആ പെൺകുട്ടി ആരായാലും അവളെ ഈ വീട്ടിൽ മരുമകളാക്കിയേനെ. നിന്റെ പിടിവാശി കൊണ്ടില്ലാതെയാവാൻ പോകുന്നത് എൻ്റെ ഏട്ടൻ നേടിയെടുത്ത ഈ കുടുംബത്തിൻ്റെ തന്നെ അഭിമാനമാണ്. അത്രയും പറഞ്ഞ് അവനെ നോക്കാതെ വിജയലക്ഷ്മി പുറത്തേക്ക് വരുമ്പോൾ വിജിത്തും വൈശാലിയും മുത്തശ്ശിയും അവിടെ നിൽപ്പുണ്ടായിരുന്നു. എന്തായി, അവൻ സമ്മതിച്ചോ? മുത്തശ്ശി വിജയലക്ഷ്മിയോടായി ചോദിച്ചു. എവിടെ സമ്മതിക്കാൻ, അമ്പിനും വില്ലിലും അടുക്കണ്ടേ? നമ്മുടെ കുടുംബത്തിന് ചേരുന്ന കുട്ടി തന്നെയാണോ? അവസാനം എടുത്തു ചാടി എല്ലാം ചെയ്തു പോയെന്നുള്ള തോന്നലുണ്ടാവരുത്. ഇല്ലമ്മേ, അങ്ങനെ ഉണ്ടാവില്ല. നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ ആ കുട്ടിയെ. കണ്ടാലറിയാം അതൊരു പാപമാണെന്ന്. അന്ന് ഭദ്രി അവളെ ഒരുപാട് ഉപദ്രവിച്ചിട്ട് പോലും അവനെ ആ കുട്ടി കുറ്റപ്പെടുത്തിയില്ല. എന്തുകൊണ്ടും നമ്മുടെ ഭദ്രയ്ക്ക് ചേർന്ന കുട്ടി അവൾ തന്നെയാ. അതുകൊണ്ടാണല്ലോ അവളെ തന്നെ ദൈവം ആ സമയം അവൻ്റെ അടുത്ത് എത്തിച്ചത്. ഇല്ലായിരുന്നുവെങ്കിൽ പലരുടെയും ചതിക്കുഴിയിൽ എൻ്റെ ഭദ്രയുടെ ജീവിതം തന്നെ. ഓർക്കുമ്പോൾ തന്നെ ചങ്ക് പിടയുക. ഒരുപക്ഷെ നമ്മുടെ ഭദ്രയ്ക്ക് ഈ ജന്മം വിധിച്ചത് ആ മോളായിരിക്കും. അതുകൊണ്ടായിരിക്കും അവരെ ഒരുമിപ്പിച്ചത് ആ സമയത്ത്. അവൻ മനസ്സ് വെച്ചെന്തായാലും ഒരു കല്യാണം നടക്കില്ല എന്ന് ദൈവത്തിനും അറിയാം. അതായി ഇങ്ങനെയെങ്കിലും നടക്കട്ടെ എന്ന് വിധിച്ചത്. ഏട്ടൻ സമ്മതിക്കും. സമ്മതിക്കാതെ എവിടെ പോകാനാ? അമ്മ നോക്കിക്കോ. അല്ലെങ്കിൽ സമ്മതിച്ചാൽ മതി. ഇല്ലെങ്കിൽ എന്ത് വേണമെന്ന് എനിക്കറിയാം. ഞാൻ ചിലത് തീരുമാനിച്ചിട്ടുണ്ട്. ഹർഷേട്ടൻ. മുന്നിലെ ഡിസ്പ്ലേയിൽ തെളിഞ്ഞ ഹരീന്ദ്രൻ എന്ന പേര് കണ്ടതും പേടിച്ചുകൊണ്ട് ദീപക് പറഞ്ഞു. ഹർഷൻ പേടിയോടെ ഫോൺ വാങ്ങി ചെവിയിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു. ഹലോ ഏട്ടാ, പൊന്ന മോനെ, ആരോട് ചോദിച്ചിട്ടാടാ നീ ഇത് ചെയ്തത്? ഏട്ടാ, ഒരിക്കലും ഇങ്ങനെയൊക്കെ ആവാൻ വേണ്ടിയിട്ടല്ല. അവനെ നാണം കെടുത്തണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ പെണ്ണിങ്ങനെ അവനോടൊപ്പം അവിടെ വന്നു എന്നറിയില്ല. നിർത്തട പുല്ലേ. നിന്റെ ഒറ്റയൊരുത്തൻ്റെ പിടിപ്പുകേട് കാരണം എനിക്കും ഡാഡിക്കും വന്ന നഷ്ടം എത്രയെന്നറിയുമോ? ഇതിന് നിന്നെ കൊല്ലേണ്ടതാ. പക്ഷേ ഒരു ചോരയായി എന്നുള്ള പേര് കൊണ്ട്, ഒറ്റ കാരണം കൊണ്ട് മാത്രം നിന്നെ ഞാൻ വെറുതെ വിടുന്നു. ഏട്ടാ, ഇനി നീ എന്നെ ഏട്ടാന്ന് വിളിക്കരുത്. അത് കേൾക്കുമ്പോൾ എനിക്ക് നിന്നെ കൊല്ലാൻ തോന്നും. അതുപോലെ ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത്. നിന്നോട് മുൻപ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നോടോ ഡാഡിയോടോ ചോദിക്കാതെ ഒന്നും ചെയ്യരുതെന്ന്. എന്ന് നിനക്ക് ഇന്നും എല്ലാം കളിതമാശ മാത്രമാണ്. ഇത്രയും വലിയ സാമ്രാജ്യം കെട്ടിപ്പടുത്തുകൊണ്ട് വരാൻ ഞാനെടുത്ത കഷ്ടപ്പാട് അതറിയണമെങ്കിൽ എന്നെപ്പോലെ എന്തിനും തുനിഞ്ഞിറങ്ങി കളത്തിലിറങ്ങി കളിക്കണം. അല്ലാതെ ഡാഡിയും ഏട്ടനും തരുന്ന ക്യാഷിന് പെണ്ണും കള്ളും മാത്രം ജീവിതമെന്ന് കണ്ടു ദൂർത്തടിക്കുന്നവന് നമ്മുടെ ജോലി എന്തെന്ന് മനസ്സിലാവില്ല. ഒന്ന് ഞാൻ പറയാം ഹർഷ, ആ പെണ്ണിനെ എങ്ങാനും ഭദ്ര കെട്ടിയാ പിന്നെ എൻ്റെ മറ്റൊരു മുഖമാവും നീ ഇനി കാണാൻ പോകുന്നത്. അതുകൊണ്ട് അവൾ ആരാ, എന്താ, ഇപ്പം എവിടെയാ ഉള്ളതെന്നൊക്കെ അന്വേഷിച്ച് അവളെ എത്രയും വേഗം തീർക്കാൻ പറ്റുമോ അത്രയും വേഗം തീർത്ത് കളഞ്ഞ നിനക്ക് കൊള്ളാം. പിന്നെ ഹർഷനോടൊന്നും തന്നെ പറയാതെ ഹരീന്ദ്രൻ കോള് കട്ടാക്കി പോയിരുന്നു. തിരിച്ച് ഹർഷൻ വിളിക്കുമ്പോൾ ആ നമ്പർ നിലവിലില്ലെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. പ്രിയങ്ക ബെഡ്ഷീറ്റ് വിരിച്ച ശേഷം രുദ്രയെ ഒന്ന് നോക്കി. താനിന്ന് ഒരുപാട് കരഞ്ഞതല്ലേ, ക്ഷീണം കാണും. വാ, വന്ന് കിടക്ക്. ഒന്ന് ഉറങ്ങി എണീക്കുമ്പോൾ മനസ്സിന് അല്പം ആശ്വാസം കിട്ടും. രുദ്ര പ്രിയങ്കയെ നോക്കി പറഞ്ഞു. എനിക്ക് ഫോണൊന്ന് തരുമോ, ഒരു കോൾ വിളിക്കാൻ? എൻ്റെ ഫോണിൽ ബാലൻസ് ഇല്ല. അതിനെന്താ? അത്രയും പറഞ്ഞ് ടേബിളിലിരുന്ന പ്രിയങ്കയുടെ ഫോൺ എടുത്ത് രുദ്രയ്ക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. രുദ്ര ഫോൺ എടുത്ത് വേഗം ഋഷിയെ വിളിച്ചു. അവൻ്റെ ഫോൺ ബിസി എന്ന് പറഞ്ഞതും അപ്പുവിനെ വിളിച്ചു. എന്നാൽ അവളുടെ ഫോണും ബിസിയായിരുന്നു. ഋഷി, നമ്മൾ വിചാരിക്കുന്ന പോലെ ആവില്ല. നമ്മുടെ രുദ്രയ്ക്ക് ഒരിക്കലും അങ്ങനെ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ആവില്ല. അവൾ നമ്മുടെ ഒരു വിളിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും. എനിക്ക് അവളുടെ കാര്യം കേൾക്കേണ്ട അപ്പു. ആകെ സമനില തെറ്റി നിൽക്കുവാൻ ഞാൻ. നിനക്ക് വേറെ വല്ലതും പറയാനുണ്ടെങ്കിൽ പറ, ഇല്ലെങ്കിൽ വെച്ചിട്ട് പോകാം. ഈ സമയം അവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് തോന്നിയതും അപ്പു ഫോൺ കട്ടാക്കി. ബെഡിലേക്ക് വെക്കാനാഞ്ഞതും അവളുടെ കയ്യിലിരുന്ന ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. പരിചയമില്ലാത്ത നമ്പറിൽ നിന്നുള്ള കോൾ ആയതുകൊണ്ട് അവൾ എടുക്കാതെ ഫോൺ വീണ്ടും ബെഡിലേക്ക് ഇടാനാഞ്ഞതും വീണ്ടും റിങ് വന്നുകൊണ്ടേയിരുന്നു. അവസാനം രണ്ടും കൽപ്പിച്ച് കോൾ എടുത്ത് അപ്പു ചെവിയോട് ചേർത്തു. ഹലോ, ആരാ? അപ്പു അത് ചോദിക്കേണ്ട താമസം മറുവശത്ത് ഏങ്ങിയുള്ള കരച്ചിലാണ് പുറത്തേക്ക് വന്നത്. രുദ്ര. അപ്പു, നീയെങ്കിലും വിശ്വസിക്ക്. നിങ്ങളുടെ രുദ്രയ്ക്ക് ഒരിക്കലും അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും കഴിയില്ല. നിന്നെ ഞങ്ങൾക്കറിയില്ലേ? ഞങ്ങളുടെ രുദ്രയെ ഞങ്ങൾക്ക് വിശ്വാസമാണ്. എങ്കിൽ പിന്നെ എന്തിനാ ഋഷി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിണങ്ങിപ്പോയത്? നിനക്കറിയില്ലേ അവനെ? അവനയാളെ ഇഷ്ടമല്ല. അതിന് കാരണം അയാൾ നിന്നെ പലപ്പോഴായി ഉപദ്രവിച്ചില്ലേ? ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നീ അയാൾക്ക് വേണ്ടി തന്നെ സംസാരിക്കുന്നത് കണ്ടപ്പോൾ സഹിച്ചില്ല. അതാ അവൻ.
പിന്നെ നിന്നെ തല്ലിയത് അത് അയാളോടുള്ള ദേഷ്യം കൊണ്ട് മാത്രമാണ്. നിന്നെ തല്ലിയതിലും അങ്ങനെ പറഞ്ഞതിലും അവൻ നന്നായി വിഷമിക്കുന്നു എന്നെനിക്കറിയാം. എങ്കിൽ പിന്നെ പറ അപ്പോ ഋഷിയോട് എന്നെ വന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ. നിനക്കറിയാലോ, ദേഷ്യം വന്നു കഴിഞ്ഞാൽ അത് മാറാൻ അവനിൽ കുറച്ച് ടൈം എടുക്കും. തൽക്കാലം നീ സങ്കടപ്പെടാതിരിക്കെ. ഞങ്ങൾ നാളെ സംസാരിച്ച് നോക്കട്ടെ അവൻ്റെ കൂടെ. അതുവരെ ആ സാറിനൊപ്പം നിൽക്ക് നീ. അയാളേക്കാൾ മനുഷ്യപ്പറ്റുള്ളതാ അദ്ദേഹം, അതുകൊണ്ട് പേടിക്കേണ്ട. അതിന് രുദ്ര ഒന്ന് മൂളുക മാത്രം ചെയ്തു. രാവിലെ തന്നെ എല്ലാവരും ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോൾ ബദ്രി അങ്ങോട്ടേക്ക് വന്നു. ബദ്രി വന്നിട്ട് മുത്തശ്ശനോ മുത്തശ്ശിയോ വിജയലക്ഷ്മിയോ അവനോട് മിണ്ടുന്നില്ലെന്ന് കണ്ടതും അവൻ അവനെതിരെ ഇരുന്ന വിജിത്തിനെയും വൈഷുവിനെയും നോക്കി. എന്നാൽ ഇന്നും അവനെ കാണുമ്പോൾ അവൻ്റെ അടുത്തേക്ക് ഇരിക്കാൻ ഓടി വരുന്ന 2 പേരും ഇന്നവനെ കണ്ടിട്ടും കാണാത്തതുപോലെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നല്ലാതെ അവനെ തിരിഞ്ഞു പോലും നോക്കുന്നുണ്ടായിരുന്നില്ല. ബദ്രിയുടെ അടുത്ത് വിജയലക്ഷ്മി വന്ന് അവൻ്റെ പ്ലേറ്റിൽ ചപ്പാത്തി ഇട്ടിട്ട് തിരിയാനാഞ്ഞതും അവരുടെ കരങ്ങളിൽ അവൻ പിടിമുറുക്കി. അമ്മേ വിട്ടേ നീ, എനിക്കൊരുപാട് പണിയുണ്ട്. അമ്മ എന്തെന്നോട് മിണ്ടാത്തേ? എനിക്കറിയണം, അമ്മ മാത്രമല്ല പലർക്കും എന്നോട് മിണ്ടാൻ മടിയുള്ളതുപോലെ. അതെ, നിന്നോട് മിണ്ടാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അതിൻ്റെ കാര്യം ഇനി പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ. വിജയലക്ഷ്മി കപടദേശത്തോടെ അവനെ നോക്കി പറഞ്ഞു. അമ്മയോടും മുത്തശ്ശനോടും എല്ലാവരോടും ഞാൻ മുൻപ് പറഞ്ഞ കാര്യമാണ്. വിവാഹം അതൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ലെന്ന്. പിന്നെന്തിനാ എന്നെ ഇങ്ങനെ നിർബന്ധിക്കുന്നത്? അതെന്തിനാണെന്ന് നിനക്കറിയില്ലേ ബദ്രി? നീ കാരണം ആ പെൺകുട്ടി എന്തേലും അവിവേകം ചെയ്ത നമ്മുടെ കുടുംബത്തിൻ്റെ തന്നെയല്ലേ അതിൻ്റെ നാണക്കേട്. അമ്മ എന്തറിഞ്ഞിട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നേ? അതിനു മാത്രം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. എന്നെ അറിയുന്നവർക്ക് മനസ്സിലാവും അതെനിക്ക് വേണ്ടി ഒരുക്കിയ ട്രാപ്പാണെന്ന്. അതിൽ നിന്നും ഓടി വരാനും ബദ്രിക്കറിയാം. അതിനവളെ കല്യാണം കഴിക്കേണ്ട ഒരു ആവശ്യവുമില്ല. നീ ഒരാണാണ്, അതുകൊണ്ട് നിനക്കിത് പ്രശ്നമല്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഒന്നും അറിയാതെ വന്ന് പെട്ട ആ പാവം പെൺകുട്ടിയോ, ആ കുട്ടി എല്ലാവരും ഇനി ഏത് കണ്ണുകൊണ്ട് കാണുമെന്ന് ഓർത്തോന്ന്? നീ പറഞ്ഞില്ലേ പണം കൊടുത്ത് ഒതുക്കാന്ന്. പണം കൊടുത്ത് ആ കുട്ടിയുടെ പേരിൽ നീ കാരണം ഉണ്ടായ ചീത്തപ്പേര് മാഞ്ഞു പോകുമോ? പറ. ബദ്രി ദേഷ്യത്തിലൊന്നും പറയാതെ മുന്നോട്ട് പോകാൻ നിന്നതും വിജയലക്ഷ്മി പറഞ്ഞു. ഇനി ഞാൻ നിന്നോടൊന്നും പറഞ്ഞു വരില്ല. അതിന് ഞാൻ ഈ വീട്ടിലുണ്ടാവില്ല. എൻ്റെ വാക്ക് കേൾക്കാൻ താല്പര്യമില്ലാത്തവർക്കൊപ്പം ഞാനെന്തിനാ ഇവിടെ നിൽക്കുന്നത്? വിജയലക്ഷ്മി അത്രയും പറയുന്നത് ബദ്രി അവരെ നോക്കി. എന്നാൽ അതിനു മുന്നേ കല്യാണി പറഞ്ഞു. ഏട്ടത്തിക്ക് എന്താ? അവന് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ ഏട്ടത്തി എന്തിനാ അവനെ കെട്ടിച്ചേ അടങ്ങൂ എന്ന് പറഞ്ഞിങ്ങനെ നിർബന്ധം പിടിക്കുന്നത്? നീ ഇതിൽ സംസാരിക്കേണ്ടതില്ല കല്യാണി. കാരണം നിന്റെ മനസ്സിലിരിപ്പ് എന്താന്ന് മറ്റാരെക്കാളും നന്നായി എനിക്കറിയാം. അവനോടുള്ള ഇഷ്ടം കൊണ്ടല്ല, മറിച്ച് അവൻ നശിക്കണമെന്ന ഒറ്റ ചിന്ത കൊണ്ട് മാത്രമാണ് നീയൊക്കെ പറയുന്നതെന്നറിയാം. ലക്ഷ്മി. രാഘവേന്ദ്രൻ കടുപ്പത്തിൽ ദേഷ്യത്തോടെ അവരെ വിളിച്ചു. ലക്ഷ്മി മതി. അവന് ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ല. അതിന് നീ എന്തിനാ വീണ്ടും ആ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിനക്ക് നിന്റെ മക്കളുടെ കാര്യം നോക്കിക്കൂടെ? അവൻ്റെ കാര്യം അതവൻ തന്നെ നോക്കിക്കോളും. ഏട്ടനെന്താ പറഞ്ഞേ? എൻ്റെ മക്കളുടെ കാര്യം നോക്കിക്കൂടെ എന്നോ? ജന്മം കൊടുത്തില്ലെങ്കിലും അവനും എൻ്റെ മോന. അവൻ കഴിഞ്ഞ് എനിക്ക് ആരും തന്നെ ഉള്ളൂ. അല്ലെങ്കിലും സ്വന്തം ഭർത്താവിൻ്റെയും മക്കളുടെയും കാര്യം നോക്കലല്ലോ, അവൻ്റെ കാര്യത്തിലല്ലേ നിനക്ക് എപ്പോഴും ശ്രദ്ധ. ഏട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അവൻ്റെ ജീവിതം തീരുമാനിക്കുന്നത് അവനാ. അവൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണ് വേണ്ടെന്നാണെങ്കിൽ അതിന് വിട്ടുകൊടുത്തിട്ട് നിന്റെ ജോലി എന്താ അത് നോക്കി പൊയ്ക്കൂടെ? അങ്കിൾ. ബദ്രി ദേഷ്യത്തിൽ അയാളെ നോക്കി വിളിച്ചു. രാഘവേന്ദ്രൻ ദേഷ്യത്തിൽ അവനെ നോക്കാതെ പുച്ഛത്തോടെ അവിടെ നിന്നും പോകുമ്പോൾ ബദ്രി വിജയലക്ഷ്മിയെ നോക്കി പറഞ്ഞു. എനിക്ക് സമ്മതം. അമ്മ പറയുന്ന ആരെ വേണമെങ്കിലും കെട്ടാൻ. അത് കേട്ടത് നടന്നുകൊണ്ടിരുന്ന രാഘവേന്ദ്രൻ ഒന്ന് നിന്നു. അയാൾ ദേഷ്യം കൊണ്ട് കരങ്ങൾ ചുരുട്ടിപ്പിടിച്ച് ദേഷ്യം നിയന്ത്രിക്കാനാവാതെ പുറത്തേക്ക് പോയി. വിജയലക്ഷ്മിയെ പോലെ അവനെ സ്നേഹിക്കുന്നവർക്കെല്ലാം അത് സന്തോഷം നിറച്ചു. വിജയലക്ഷ്മി അവൻ്റെ അടുത്തേക്ക് വന്നു നിന്നുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് സ്നേഹത്തോടെ തലോടി. എനിക്കറിയാമായിരുന്നു എൻ്റെ മോൻ സമ്മതിക്കുമെന്നത്. ഈ അമ്മയ്ക്ക് ഇപ്പോഴാ സമാധാനമായത്. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. വിജയലക്ഷ്മി അവനെ എന്താ എന്നുള്ള രീതിയിൽ നോക്കി നിന്നു.